അസ്സലാമു അലൈക്കും. ഷീനാസ് ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേർക്ക് പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ എത്ര ഗ്ലാസ്സാണോ മാവ് എടുക്കുന്നത് അത്ര അളവിൽ വെള്ളം എടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ 3 ഗ്ലാസ്സാണ് വെള്ളം വെച്ചിട്ടുള്ളത്. 3 ഗ്ലാസ് മാവാണ് എടുക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കറക്റ്റ് മാവിനനുസരിച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം തിളക്കണ സമയത്ത് നമുക്ക് ഈ മാവ് ഇട്ട് കൊടുക്കുക. മാവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മാവ് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഈ കരണ്ടീൻ്റെ ബാക്ക് ഭാഗത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലോണം ഇളക്കണം. വെള്ളം നല്ലോണം മാവിൽ പിടിക്കുന്ന അളവിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. മാവും വെള്ളവും നല്ലോണം മിക്സ് ആവണ മാതിരി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പം നല്ലോണം നമ്മൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അതിൽ ആവിയിൽ ഇങ്ങനെ സിമ്മിൽ തന്നെ ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്ന് സിമ്മിൽ വയ്ക്കാം. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ചൂടാറണ വരെ അതിൽ തന്നെ വയ്ക്കാം. പക്ഷെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഈ നല്ല ചൂടിൽ നമുക്ക് കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു പാത്രത്തിലിട്ടിട്ട്, ഒരു വലിയ തട്ട് അതേപോലത്തെ പാത്രത്തിലിട്ടിട്ട് കുഴയ്ക്കാം. ഇപ്പം ഞാൻ ഒരു ടൈൽസിൻ്റെ ഒരു പീസ് ഉണ്ട്, അപ്പോൾ അതവിടെ വെച്ചിട്ട് അതിലാണ് കുഴയ്ക്കണത്. കുറച്ച് വെള്ളം കയ്യിൽ തൊട്ടിട്ട് വേണം കുഴയ്ക്കാൻ. അപ്പോൾ ചെറുതായിട്ടൊരു ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ വെള്ളം തൊട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഞാനൊരു ടൈൽസിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പീസിൽ വെച്ച് കുഴയ്ക്കുമ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് കുഴയ്ക്കാൻ പറ്റും. പാത്രത്തിൽ കുഴയ്ക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കയ്യിൽ കുഴയ്ക്കാൻ പറ്റില്ല. ടൈൽസ് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. നല്ലോണം കുഴച്ചെടുക്കുക. ഇപ്പോൾ കുഴ റെഡിയായെന്ന് നമുക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, ഇപ്പം നല്ലോണം കുഴച്ച് ഒന്ന് പാകമായിട്ടുണ്ടെന്ന് അറിയാൻ നമ്മളിങ്ങനെ കുഴക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വരും. നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒരു ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് വരും ഈ മാവിന്. അങ്ങനെ സൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഓക്കെ ആയി എന്ന് അങ്ങനെയാണ് ഞാനിതെങ്ങനെ കുഴച്ച് ആദ്യം ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെയാണ് വീട്ടിൽ ചോദിക്കും, ഇതെങ്ങനെ കുഴഞ്ഞു എന്ന് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ അവർ പറയും ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ടിക് ടിക് എന്നൊരു സൗണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാവ് ഇങ്ങനെ പൊട്ടണ പോലൊരു സൗണ്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പാകമായി എന്നാണ് അർത്ഥം എന്ന് പറയും. അപ്പം നമ്മളിങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സൗണ്ട് ഉള്ളിൽ നിന്ന് വരും. നല്ലോണം കുഴഞ്ഞതിന് ശേഷം അത് വരുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാവും അത് പാകമായിട്ടുണ്ടെന്ന്. എന്നാലും കുറച്ച് നേരം കുഴയ്ക്കണം. പത്തിരിക്ക് കുഴയ്ക്കുമ്പോൾ കുറച്ചധികം നേരം നമ്മൾ കുഴയ്ക്കണം, അപ്പോഴേ അതിൻ്റെ പാകമാവുള്ളൂ. ഇപ്പോൾ നമ്മൾ കുഴച്ചിപ്പോൾ നമ്മൾ കുഴച്ച് ഇനിയിപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം.
അപ്പോൾ നമുക്ക് എന്തിനാ ഇങ്ങനെ വെളിച്ചെണ്ണ തേക്കുന്നത് വെച്ചാൽ അത് പെട്ടെന്ന് ഉണങ്ങി പോവാതിരിക്കാനാണ് മാവ്. നമ്മൾ കുറച്ച് നേരം മാവ് വയ്ക്കുമ്പോൾ നമുക്ക് ഇനിയും കുഴയ്ക്കാനുണ്ട്. അപ്പോൾ അത് കുഴച്ച് തീരുമ്പോഴത്തേന് ഈ മാവ് ഇങ്ങനെ വരണ്ട് പോവും. അപ്പോൾ അത് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തേച്ച് മേലോട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ആ മാവൊക്കെ കുഴച്ച് വെച്ച് എല്ലാ മാവും നമ്മൾ കുഴച്ചതായ ഇതേപോലെ നീളത്തിൽ നമ്മൾ എടുത്തിട്ട് ഇനി ഓരോരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് എടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. നമ്മളെല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ പരത്താം. ഈ പ്രസ്സിലാണ് നമ്മൾ പരത്തണത്. ഇത് ഞാൻ നോമ്പിന് വേണ്ടി വാങ്ങിയ പ്രസ്സാട്ടോ. നല്ല പ്രസ്സാണ്, ഇരുമ്പിൻ്റെതാണ്. നമ്മളങ്ങനെ പരത്തിയിട്ട് അപ്പോൾ അവിടെ ആ പാത്രത്തിൽ ഇങ്ങനെ മാവ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഓരോന്ന് പരത്തിയിട്ട് അതിലിങ്ങനെ ഇട്ട് വയ്ക്കുക. ഓരോ ഉരുളകൾ എടുക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് വിരൽ തൊട്ടിട്ട് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പ്രസ്സിൽ അമർത്തുമ്പോൾ നല്ലോണം ഒന്ന് വലുതായി കിട്ടും. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൊട്ടിട്ട് നമ്മൾ ആ ഉരുളയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പരത്തി കൊടുത്താൽ മതി. ഇനി നമുക്കത് ആ പൊടി തട്ടി കൊടുക്കാം. പൊടി തട്ടി പാത്രത്തിലോട്ട് നമ്മൾ പത്തിരി ഓരോന്ന് പാത്രത്തിൽ വയ്ക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഓരോരോ ഉരുളകൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ വിരലിലാക്കിയിട്ട് ഒന്ന് ആ ഉരുളയിൽ ഒന്ന് ആക്കി കൊടുത്തിട്ട് വെച്ചാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഒന്നും കൂടെ പരന്ന് കിട്ടും. ഇങ്ങനെ ഈ പ്രസ് ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് പത്തിരി കൈ കൊണ്ട് പരത്തിയെടുക്കണ്ട, അത്രയും കഷ്ടമല്ല. നമുക്ക് ഇതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. വലിയ തട്ടിലിങ്ങനെ പൊടി വെച്ചാൽ നമുക്കൊരു 4-5 ഇങ്ങനെ പരത്തിയിട്ട് പൊടി തട്ടാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഓരോന്നോരോന്ന് പരത്തി പൊടി തട്ടേണ്ട. ഒരു 4-5 ഇങ്ങനെ പരത്തിയിട്ട് ആ പൊടിയിൽ വെച്ചിട്ട് പിന്നെ നമുക്കിങ്ങനെ പൊടി തട്ടി കൊടുക്കാം. പിന്നെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും. ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മൾ തന്നെ പരത്തി നമ്മൾ തന്നെ പൊടി തട്ടണം. ഇനി നമുക്കിതിലുള്ള എല്ലാ ഉരുളകളും പരത്തിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളത് എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചട്ടി നല്ലോണം ചൂടാവണം കേട്ടോ. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ ഓരോരോ പത്തിരിയും അതിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് വട്ടം ചെറുതായതുകൊണ്ട് നമുക്ക് ഒരു പാനിൽ 2 ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 3 ഒക്കെ ഇട്ടെടുക്കാം. ഇത് നമ്മളിതിൽ 3 ഇട്ട് ചുടുന്നുണ്ട്. ചെറിയ വട്ടായതുകൊണ്ടാണത്.
ഇനി നമ്മൾ എങ്ങനെ ചുടണമെന്ന് ഞാൻ പറയാം. ആദ്യം നമ്മൾ ഇട്ടതും ഒരു കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ആവി വരുമല്ലോ. ഈ ആവി വരുന്ന സമയത്ത് നമ്മളത് ഒരു വട്ടം തിരിച്ചിടണം. ആ ആവി വന്ന ഉടനെ നമ്മൾ തിരിച്ചിടണം. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ വട്ടം ഇതിങ്ങനെ ചെറുതായിട്ടൊരു ബബിൾസ് ഇങ്ങനെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുമല്ലോ. ഇങ്ങനെ വരുന്ന സമയത്ത് രണ്ടാമത് നമ്മൾ തിരിച്ചിടണം. അത് കഴിയുമ്പോൾ മൂന്നാമത് നല്ലോണം ഇങ്ങനെ ഇതായി വരും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. നമ്മൾ ആദ്യം ഒരു തട്ടിലിങ്ങനെ ഇട്ടിട്ട് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ അടച്ച് വെക്കാം. ഒന്ന് ചൂടാറിയിട്ട് എടുത്തിട്ടാൽ മതി. ചൂടോടെ പാത്രത്തിൽ അടച്ചിട്ടാൽ അതിൻ്റെ ആവി ഇങ്ങനെ വന്ന് വെള്ളം പോലെയാവും. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് നമ്മളൊരു മൺചട്ടിയിൽ എന്തിനേലും വെച്ച് അടച്ച് വെച്ചാൽ നല്ലതാവും. ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന് ആവി വന്നിട്ട് ആദ്യം നമ്മൾ ചട്ടിയിലിട്ടതിന് ശേഷം ഒന്ന് ആവി വന്നിട്ട് നമ്മളതൊന്ന് മറിച്ചിടുക. അതുപോലെ ഒരു മൺചട്ടിയിലാണ് നമ്മളിത് ഇടാൻ പോകുന്നത്. ചൂടാറിയിട്ട് നമുക്ക് മൺചട്ടിക്ക് ഇടാം. അപ്പോൾ ആദ്യം ഒന്ന് ആവി വന്നത് ഫസ്റ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞതും ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിന്നൊരു ആവി വരും. ആവി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറിച്ചിടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് രണ്ടാമത് മറിച്ചിടണം. അത് കഴിയുമ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ഇതായി വരും. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കണം, അതിലുള്ള പൊടിയൊക്കെ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ആ ചട്ടിയിൽ പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കരിയാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്ന് തട്ടി കൊടുത്തിട്ട് തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ചുടാം. അപ്പം അങ്ങനെ നമ്മൾ ഇതൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാ നമ്മളിതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പത്തിരി മാവ് കുഴയ്ക്കണം ചുടണം എന്നൊക്കെ ഒന്ന് മനസ്സിലായില്ലേ. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.